ഒരിടത്തൊരിടത്ത് ഒരു കൂട്ടം ആളുകൾ ഒരു തൊഴിൽ മേഖലയിൽ സജീവമായിരുന്നു. അവരെല്ലാം ഒരു നാൾ തിളങ്ങുന്ന നക്ഷത്രങ്ങളാകുമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ നക്ഷത്ര തിളക്കമുള്ള രാജാക്കന്മാരായിരുന്നു. രാജാക്കന്മാരടക്കം 15 പേരടങ്ങുന്ന സംഘമായിരുന്നു എല്ലാം നിശ്ചയിച്ചിരുന്നത്. ന്യായവും നീതിയും നീതിപീഠമെല്ലാം അവരായിരുന്നു. അവരുടെ അപ്രീതിയാൽ ഊരുവിലക്ക് കൽപ്പിക്കപ്പെടുമായിരുന്നു. ഇവിടെ കരാറുകളെല്ലാം വാക്കാലാണ്. അടിമജന്മി സമ്പ്രദായം വ്യാപകമാണ്. അടിയാളന്മാരെ നിരന്തരം ചൂഷണം ചെയ്യുമായിരുന്നു. സ്ത്രീകളെ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമായിരുന്നു. വേതനത്തിലും ഭക്ഷണത്തിലും വരെ വിവേചനമുണ്ട്. ഇതൊരു പ്രാചീന കാലത്തെ കഥയെന്നോ ഒരു അധോലോകത്തിൻ്റെ കഥയെന്നോ നിങ്ങൾക്ക് തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഇത് മലയാള സിനിമാ മേഖലയിലെ കഥയാണ്. സിനിമാ മേഖല എന്ന അധോലോകത്തിൻ്റെ കഥ. നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ച ഏതൊരാൾക്കും ഇതൊക്കെ തോന്നാൻ നിവൃത്തിയുള്ളൂ. കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, ഐ ആം ബിപിൻ ആൻഡ് ഇറ്റ് മേക്ക് സെൻസ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ വേൾഡ് വി ലിവ് ഇൻ. ആദ്യം തന്നെ പറയട്ടെ, അധോലോകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള പരാമർശം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉടനീളമുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഭാഗങ്ങളിലായാണ് ഇതിനെപ്പറ്റി ഞാൻ പ്രതിപാദിക്കുന്നത്. ആദ്യ ഭാഗമായ ഈ വീഡിയോയിൽ പ്രശസ്തരായ കുറച്ച് പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അത് നമുക്ക് തോന്നുന്നതാണ്, കാരണം ആരുടെയും പേര് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. എന്നാൽ പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആരായിരിക്കും എന്നുള്ളത്. നമുക്ക് 135ാമത്തെ പേജിലോട്ട് പോകാം. It was pointed out that an actress who was getting a lot of offers from several sources earlier to the formation of WCC stopped getting offers from movies for which she would have been considered normally. ഇത് മിക്കവാറും പാർവതി തിരുവോത്തിനെ പറ്റിയായിരിക്കും. കാരണം WCC ഫോർമേഷൻ വരുന്നതിന് മുമ്പ് അവർക്ക് ഒരുപാട് സിനിമകളുണ്ടായിരുന്നു, കൈ നിറയെ സിനിമകൾ. അതിനുശേഷം അവർക്ക് സിനിമയെ കിട്ടാണ്ടായിപ്പോയി. ഇവർ പറയുന്നത് ഇതാണ്: സിനിമാ മേഖലയിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് സിനിമ നഷ്ടമാകുന്നു, ചാൻസുകൾ നഷ്ടമാകുന്നു, അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ പോലെയാണ്. പക്ഷേ ഇനിയാണ് അതിലൊരു ട്വിസ്റ്റ്. The only member of WCC who is getting several offers in cinema is the founder member of WCC, about whom I have already discussed above. She is the only one woman who stated repeatedly that there is no problem for women in cinema. ആരെയാണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അവർ WCCയുടെ ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളായിരുന്നു. അവർക്ക് WCC ചേർന്നതിന് ശേഷവും സിനിമകൾ കിട്ടുന്നുണ്ട്. അവർ മാത്രമാണ് പറഞ്ഞത് സിനിമാ മേഖലയിൽ അങ്ങനെ ഒരു അനാചാരവും സ്ത്രീകൾക്കെതിരെ നടക്കുന്നില്ല, ഒരു അതിക്രമവും നടക്കണില്ല എന്ന്. കേൾക്കണവർക്ക് തന്നെ അറിയാം ഇത് നുണയാന്ന്. അതുപോലെ തന്നെ കമ്മീഷൻ റിപ്പോർട്ടിലും അതേപോലെ തന്നെയാണ് പരാമർശിക്കുന്നത്. If her evidence is analyzed, we are persuaded to believe that she is deliberately not speaking against men or the industry only because of her selfish motive. അങ്ങനെ പോകുന്നു. പക്ഷെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്: no value can be attached to the evidence of such an actress. അവർക്ക് ഒരു വാല്യൂ ഇല്ല എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. ചിലപ്പോൾ അവരുടെ ഗതികേട് കൊണ്ടാവാം. അവർ ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് ആ ഡിവോഴ്സ് ടൈമിൽ പോലും ഒരു രൂപ പോലും വാങ്ങാതെ സ്വന്തം രീതിയിൽ വഴിവെട്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ രീതിയിൽ എനിക്ക് അവരോട് റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഇത്രയും വലിയ ആൾക്കാരായിട്ട് അവർക്ക് ഒറ്റയ്ക്ക് എങ്ങനെ നിന്ന് പോരാടി ജയിക്കാൻ പറ്റും? അതുകൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും അവരെ പേരെടുത്തൊന്നും പരാമർശിക്കുന്നില്ലല്ലോ. അവർ ഏത് രീതിയിലായിരിക്കും പ്രതികരിച്ചത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ ഇതുപോലെയൊക്കെ എഴുതുമോ? കാരണം എന്താണെന്നറിയോ? കേൾക്കണവരെ പൊട്ടനാക്കണ രീതിയിലത്തെ കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിലത്തെ ആൾക്കാർക്ക് എന്നെ നല്ല ദേഷ്യം വന്നിട്ടുണ്ടാവും. ഇനിയൊരു ലെജൻഡിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ആള് ജീവനോടെയുള്ള കാലത്ത് ഇതിനെപ്പറ്റി ഒരുപാട് വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളുടെ ജനങ്ങൾ പോലും ആരും അത് കേട്ടിരുന്നില്ല, ആൾക്കൊരു സപ്പോർട്ട് കൊടുത്തിരുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരമായ കാര്യമാണ്. എന്നാലിപ്പോൾ ഇതിനൊക്കെ തെളിവായി. ആൾ പറഞ്ഞിരുന്നതെല്ലാം സത്യമായിരുന്നു എന്ന് തോന്നുന്നു. It has come out in evidence that a very famous actor referred to the power group in Malayalam film industry
Mafia Sangam, as they can do anything that they wish in Malayalam industry. The said artist used to openly state his opinion about whatever he did not like in the industry. ലെജൻഡായ തിലകനെ പറ്റിയാണ് ഈ പരാമർശം. ആളാണ് പവർ ഗ്രൂപ്പിനെ മാഫിയ സംഘം എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാവർക്കും അറിയാലോ എന്താണ് സംഭവിച്ചതെന്ന്. ആൾക്ക് വിലക്ക് കൽപ്പിച്ചു, ആൾക്ക് സിനിമകൾ കിട്ടാതായി. പിന്നെ ആളുടെ മകൾ ഇന്നലെ ടി വിയിൽ വന്നിരുന്ന് പറയുന്ന കേട്ടു സുരേഷ് ഗോപി മാത്രമാണ് ആളെ ഹെൽപ്പ് ചെയ്തതെന്ന്. അപ്പോൾ ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു അധോലോകമാണ്. ഇവിടെ ആർക്കും റൈറ്റ്സ് ഇല്ല. കയ്യൂക്കൊള്ളും കാര്യക്കാരൻ ഇനിയുമുണ്ട്. ദേബോ ആർട്ടിസ്റ്റ് ഹാഡ് ടു ലീവ് സിനിമ ആൻഡ് ഗോ ആസ് സീരിയൽ ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിന് സീരിയൽ ആർട്ടിസ്റ്റായിട്ട് പോകേണ്ടി വന്നു. അവിടെയും രക്ഷയുണ്ടായിരുന്നില്ല. കാരണം സീരിയൽ നടീ നടന്മാർക്കൊരു സംഘടന ഉണ്ടായിരുന്നു, ആത്മ. അതിൻ്റെ തലതൊട്ടപ്പനായി ഇരുന്നിരുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഭരിക്കുന്ന ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിയായ ഒരു മനുഷ്യനാണ്. പേര് ഞാൻ പറയുന്നില്ല, ഒരു ക്ലൂ തരാം. അമ്മയിലും ആത്മായിലും ആനയിലുമുണ്ട് ആൾ. ആന എന്നുദ്ദേശിച്ചാൽ ആനവണ്ടി. ആനവണ്ടിയെ നിയന്ത്രിക്കുന്ന ഒരാൾ. ഏകദേശമൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആള് കാരണം അവിടെയും ആൾക്ക് വിലക്ക് നേരിടേണ്ടി വന്നു. Thus, if those 10 to 15 artists decide, they can keep away anybody from cinema, including actors and directors. ഈ 10-15 ആർട്ടിസ്റ്റുകൾ അവരാണ് തീരുമാനിക്കുന്നതെല്ലാം. അവരാണെല്ലാം. അവർ വളർന്ന് സംവിധായകരെയും നിർമ്മാതാക്കളെയും വലിയ ആൾക്കാരായി മാറി. As an example, it was stated that if a light bulb smokes in front of a hero, knowingly or unknowingly, it can catch the male ego and the hero can ban him from cinema and he will be out of the industry. എന്താണ് എനിക്ക് പറയുന്നത്? ഇവരൊക്കെയാണ് എന്നിട്ട് പൊതുജനങ്ങളുടെ മധ്യത്തിൽ വന്ന് ന്യായവും നീതിയുടെയും അപ്പോസ്തലന്മാരായി ഘോരാഘോരം പ്രസംഗിക്കുന്നത്. പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം മാത്രം നിങ്ങളോട്. ഇവിടെ കോൺട്രാക്റ്റുകൾ, കരാറുകളെല്ലാം വാക്കാലാണ്. ടിൽ ദ ഇയർ 2000, 2000 വരെ കരാറുകളെല്ലാം വാക്കാലായിരുന്നു. One witness stated that there was no system of executing any contract between the producer and actor till 2000. Many complaints were received in Film Chamber of Commerce regarding this. That suggestion was supported by few persons in cinema, including a director who stated his opinion openly in a meeting. അത് ആ ഡയറക്ടർ ആരാന്ന് മനസ്സിലായില്ലേ? അതിനെപ്പറ്റി കൂടുതൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ്. ബി ഇൻഫോംഡ്.